ചെളിഞ്ഞ് അവിഞ്ഞ് കിടക്കും കേട്ടോ. ബാക്ക് ടയറാണെങ്കിൽ ചുമ്മാ കിടന്ന് കറങ്ങുക, ഒട്ടും ഗ്രിപ്പില്ല. അതുകൊണ്ടാണ് സീനു. എന്ത് 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 പറയാനാ, വിട്ടു പോയതാ, മേട്ടുകുഴിക്ക് പോയതാ, ഏതോ ദുനിയാവിൽ ചെന്ന് കയറി, വഴി തെറ്റി വേറെ എവിടേക്കോ ചെന്ന് കയറി. ഇനി ഫുള്ള് അങ്ങോട്ട് ഇതുപോലെ തന്നെ ഓഫ് റോഡാണെന്ന് തോന്നുന്നു. അത്രയും ഓഫ് റോഡ് കയറിയിട്ട് അതുപോലെ തന്നെ അത് മൊത്തം തിരിച്ചിറങ്ങേണ്ടി തോന്നുന്നു. ജസ്റ്റ് ഒരു വഴി മാറിപ്പോയതിൻ്റെ ഇനി ഫുള്ള് ഇത് ഓഫ് റോഡായിരിക്കും കേട്ടോ. അങ്ങോട്ട് ഫുള്ള് ഇത് തന്നെയാണെന്ന് തോന്നുന്നു. ഈ റൂട്ട് നമ്മൾ പ്രതീക്ഷിച്ചാലും അപ്പുറമായി എന്ന് തോന്നുന്നു. സീനാണ്. അയ്യോ വലിയൊരു ഇറക്കവനെ പണി കിട്ടി. ഇത് നല്ലൊരു ഇറക്കാട്ടോ. സീനാണ്. എൻ്റെ പൊന്നു, അടി ഇടിക്കുമോ എന്നുള്ളൊരു പേടിയുള്ളൂ. അത്യാവശ്യം കുഴപ്പമില്ല, ഇടിക്കില്ല എന്ന് തോന്നണം. ഇടിക്കൂന്ന് തോന്നുന്നു. അടി ഇടിച്ചില്ല, ഭാഗ്യം. അവിടെ ആയിരുന്നു നല്ല നല്ല കട്ടിങ് ആയിരുന്നു കേട്ടോ. അത് അടി ഇടിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഭാഗ്യം കൊണ്ട് അടി ഇടിച്ചില്ല. ഇനി കയറിപ്പോക്കോളും നോസി, കയറിപ്പോക്കോളും മോനെ. എൻ്റെ മോനെ, ഇത് സീൻ കയറ്റായിരുന്നു കേട്ടോ. ഇത് കിടിലം കയറ്റാം. എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും റിസ്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെന്നി തെറിച്ച് കിടക്കണോണ്ടാണ്. ഇത്രയും ചെളി ഇങ്ങനെ കിടക്കുമല്ലേ, ഇതാണ് സീൻ. ഈ ടയർ സ്ലിപ്പാകുമ്പോഴാണ് നമുക്ക് ഏറ്റവും ഡേഞ്ചർ. ഭയങ്കര റിസ്ക് തന്നെ അതാണ് ഈ വണ്ടി കയറ്റാൻ. ഇതേതരായ ഇവന്മാർ ചെളിയാലടാ ഇറക്കണോ. പിള്ളേർ ചുമ്മാ സീനാണ് കേട്ടോ. ത്രിബിളും വെച്ച് റേ ആയിട്ടേ അവന്മാർ ആ ഓഫ് റോഡൊക്കെ എങ്ങനെ കയറി വന്നെന്തോ. പാൻറ് ഫുള്ളൊന്ന് ചെളിയാവും. സീന്. ഇവന്മാർ ചുമ്മാ സീനാണ് കേട്ടോ. എങ്ങനെ കയറി പോണോ എന്തോ ഇവിടെയൊക്കെ ത്രിബിളും വെച്ചുകൊണ്ടേ. ദേ പോണവന്മാർ. എൻ്റെ പൊന്നോ, പിള്ളേർ ചുമ്മാ സീൻ. ഇതൊക്കെ ഒരു മൈൻഡ് സെറ്റാട്ടോ, ഒന്നും പറയാനില്ല. രക്ഷയില്ലാത്ത പിള്ളേരവന്മാർ. അത്യാവശ്യം നല്ല കട്ട ഓഫ് റോഡൊക്കെ എത്തുമ്പോൾ അവന്മാരെ ഇറങ്ങും കേട്ടോ. ഇറങ്ങിയിട്ട് നമ്മളും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ പുറകിലും ബാക്കിൽ പില്ലിയനുണ്ട്. ഞാൻ അത്യാവശ്യം നല്ല ഓഫ് റോഡൊക്കെ വരുമ്പം അവൻ ഇറങ്ങും. എന്നിട്ട് നമ്മൾ വണ്ടി കയറ്റിയിട്ട് പിന്നെ കയറ്റം. കണ്ടോ, അവന്മാരിപ്പോൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവന്മാരെ ഇറങ്ങുവാണ്. എന്നിട്ട് അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ പോണേ. സീനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് സ്ലിപ്പാവും വണ്ടി ഭയങ്കരമായിട്ട്. ബാക്ക് ടയർ നല്ലപോലെ സ്ലിപ്പാവുന്നുണ്ട്. പിന്നെ ഒന്നാമത് ഗ്രിപ്പ് വേണം ബാക്ക് ടയറിന്. എൻ്റെ വണ്ടിക്കാണെങ്കിൽ ഒട്ടും ഗ്രിപ്പില്ല. പിന്നെ നമ്മുടെ MTക്ക് ആണെങ്കിൽ ബാക്കിൽ വെയിറ്റ് നല്ല രീതിക്ക് കുറവാണ്. വണ്ടിക്ക് ബാക്ക് സൈഡ് വെയിറ്റ് കുറവാണ്. സീറ്റിന് നീട്ടവും ഇല്ല, വെയിറ്റും കുറവല്ലേ. അപ്പോൾ പിന്നെ പറയുക വേണ്ട, നല്ല രീതിക്ക് സ്ലിപ്പാവും വണ്ടി. ഈ ഇറക്കമൊക്കെ എങ്ങനെ ഇറക്കും എന്തോ. എൻ്റെ പൊന്നു മോനെ, സീനാണ്. നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാട്ടോ പോണേ. അതാണെന്ന് പയ്യെ ചവിട്ടി നിർത്തി. കാരണം നേരെ അടുത്തടുത്ത് മുട്ടിപ്പോയി കഴിഞ്ഞാൽ ഒന്നാമത് ഫുള്ള് ചെളിയാണ്, തെന്നിത്തെറിച്ച് കിടക്കുകയാണ്. അപ്പം നമ്മൾ പിടിച്ച് കഴിഞ്ഞാൽ ചവിട്ടിയാൽ നിൽക്കില്ല, ചെന്ന് ഇടിയും. അതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ട് പോകണതാണ് എപ്പോഴും സേഫ്. ഫ്രണ്ട് ടയർ മാത്രമാണ് ഗ്രിപ്പ് ഉള്ളൂ, ബാക്ക് ടയർ ഒട്ടുമില്ല. ഫ്രണ്ട് ടയറിൽ ഗ്രിപ്പ് ഉണ്ടെങ്കിൽ പോലും ചെളി കയറി മൊത്തം മൂടിയിട്ട് ഫ്രണ്ടും സ്ലിപ്പാവുന്നുണ്ട് ഇപ്പം. ബാക്ക് ടയർ പിന്നെ പറയേ വേണ്ട, ഗ്രിപ്പേ ഇല്ല. എന്തായാലും അടുത്ത പ്രാവശ്യം എന്തായാലും ടയർ മാറുമ്പോൾ കട്ട ടയർ മേടിക്കുന്നുള്ളൂ. ഓഫ് റോഡൊക്കെ അടിക്കാൻ പാകത്തിനുള്ള ഒരു ഗ്രിപ്പുള്ള, അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ള ടയർ മേടിച്ചിട്ടാണ് ഓർത്തിരിക്കുന്നത്. അവന്മാർ നോക്കി, അവന്മാർ കൂളായിട്ട് ത്രിബിളും വെച്ച് ഇറങ്ങുന്നൊന്നുമില്ല കേട്ടോ. വണ്ടിയിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങുന്നൊന്നുമില്ല. അവന്മാർ അത്യാവശ്യം കൂളായിട്ട് പോകുന്നുണ്ട് പയ്യന്മാർ. നമുക്ക് അത്യാവശ്യം ആ വണ്ടിക്ക് എനിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ എന്ത് കുറവായിരിക്കും. ഞാൻ അവിടെയൊക്കെ കയറ്റിയപ്പം നമ്മൾ അത്യാവശ്യം ഭയങ്കര ഓഫ് റോഡൊക്കെ കയറ്റിയിട്ടാണ് വന്നതെന്നുള്ള മൈൻഡിൽ വന്നപ്പോൾ ഇവന്മാർ ഇതിവിടെയൊക്കെ വീടോ. പക്ഷെ എൻ്റെ പൊന്നോ, സീന്. ഇങ്ങനെ സീൻ വെച്ച് കഴിഞ്ഞാൽ നൈറ്റൊക്കെ നമുക്ക് എന്തെങ്കിലും പുറത്ത് പോകേണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലും ഹോസ്പിറ്റൽസ് അങ്ങനെയൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ എങ്ങനെ പോകൂലേ. ഇപ്പോൾ വന്ന റൂട്ട് ഈ വഴി തന്നെ എൻ്റെ അമ്മോ എന്ത് സീനാണ്. ഇത് ട്രൈബൽ സ്പോട്ടാണോ അത് കറക്റ്റ് അറിയത്തില്ല കേട്ടോ. വേറെയും വീടുകളൊന്നും കാണുന്നില്ല പരിസരത്ത്. എങ്ങും വേറെ വീടൊന്നുമില്ല കേട്ടോ. ആകപ്പാടെ ആ ഒരു വീടുണ്ട്. ആൾത്താമസം ഉണ്ടെന്നാണ് തോന്നുന്നത്. ഫുള്ള് ചെളിയാലും ആൾത്താമസം ഉണ്ടെന്നാണ് തോന്നുന്നത്. ഒരു പിടുത്തില്ല, ഉണ്ടായിരിക്കും. ഇതേ വീണ്ടും വീട് ഇവിടെ ഉണ്ട് കേട്ടോ. ചേച്ചി പാത്രം കഴുകുന്നു. ഇവിടെ
ഇവിടെ ഒരു വീടൊന്നും അല്ലാട്ടോ, അടുത്തടുത്ത് വേറെ വേറെ വീടുകളുണ്ട്. അപ്പോൾ അടിപൊളി, വീണ്ടും ചെളിക്കുഴി. എൻ്റെ പൊന്നട മോനെ, ഇതിൽ കൂടെ എങ്ങനെ കടത്തുവന്നോ. അയ്യോ സീന്. അവന്മാരെങ്ങനെ ഇതിൽ കൂടെ കടന്നു പോകണമെന്തോ ത്രിബിളും വെച്ച്. എൻ്റെ പുറകിൽ ബാക്കിൽ പില്ലനുണ്ട്, ഫ്രണ്ട് ഉണ്ട്. ഓ സീൻ. അവന്മാർ വിട്ട് പോകണമെങ്കിൽ ത്രിബിളും വെച്ച് എങ്ങനെയല്ലേ. ഇത്തിരി ചെറിയ അരുവി, ചെറിയ ഇന്നലെ ഇതിക്കടെയൊക്കെ വെള്ളം പോണ കേട്ടോ, തോടാണ് ആ സൈഡിൽ കൂടെയൊക്കെ വെള്ളം പോണ സ്പോട്ടാട്ടോ. മഴ പെയ്യുമ്പോൾ ഇവിടെ ഫുള്ള് വെള്ളമായിരിക്കും. ഇപ്പം തന്നെ ഇങ്ങനെ. അപ്പോൾ പിന്നെ മഴ ടൈമിൽ നല്ലപോലെ മഴയൊക്കെ പെയ്യുന്ന ടൈമിലാണ് ഈ റൂട്ട് വന്നെങ്കിൽ എൻ്റെ അമ്മോ എക്സ്പൾസൊക്കെ എടുത്തിട്ട് വന്നെ. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വണ്ടിയുടെ ടയർ സെറ്റാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്കയാണ് ബാക്ക് ടയർ. ഓ അടുത്ത സീൻ. കാല് കുത്തിക്കഴിഞ്ഞാൽ ഷൂവിൻ്റെ കാര്യത്തിൽ തീരുമാനം, അത് ഉറപ്പാണ്. രണ്ടുപേര് വെച്ച് പോവോ? ഇല്ലില്ല, ചാടിക്കോ ചാടിക്കോ ചാടിക്കോ. രണ്ടുപേര് വെച്ച് എന്തായാലും പോവില്ല. കാലുകുത്തല് 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 സീന്. അയ്യോ കണ്ണടിച്ചു പോയി മോനെ. പക്ഷെ എൻ്റെ മോനിപ്പോൾ കണ്ണു അടിച്ചു പോയനെ. പോട്ടെ. അയ്യോ വണ്ടിയിൽ എവിടെ കൊണ്ടൊക്കെ തട്ടി. ഇതിനാ സീനാണല്ലോ. ഇടിക്കുന്നതാണ്. ഈ കല്ല് ഇപ്പുറം ഇട്ട് പറഞ്ഞേ, ഈ കല്ലെടുത്ത് ഇപ്പുറം ഇട്ട്. വേണ്ട, അവിടെ സീനാ. അവളിപ്പോൾ അവിടെ സൈഡിൽ ഇരിക്കുന്നു തോന്നുക. സീനാവോ? അല്ലെങ്കിൽ പോയി ഇവിടെ ഇടണേ അറിഞ്ഞിട്ട്. സ്റ്റാൻഡാ ഇവിടെ ഇരിക്കുന്നു തോന്നുകൂടാ. അപ്പം ഈ സൈഡ് ഇടിക്കുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഇട്, അങ്ങനെ ഇട്. നിന്റെ കുറഞ്ഞ കിടക്കണേ എന്തായാലും പുല്ലേ. ഞാൻ അവിടെ ടയർ തന്നെ പോകണ്ട, ചവിട്ടി ചവിട്ടി പോണേ. ബേസ് നോക്കും, ഇതൊക്കെ തട്ടി താഴത്തേക്ക് പോവാന്ന്. എൻ്റെ പൊന്നോ, എൻ്റെ മോനെ സീൻ. മരിക്കും ഇവിടം ഇഹലോകം എൻ തിരുമകൻ. നമുക്ക് വണ്ടി കയറ്റി വെക്കാൻ പറ്റിയില്ല കേട്ടോ. വേറെ 2 എക്സ്പൾസ് ഇവിടെ കയറ്റി ഓൾറെഡി വെച്ചേക്കുമായിരുന്നു. കയറി വീടിയൊന്നും കിട്ടിയില്ല. ഫുൾ ഓൺ ഫുൾ ഓഫ് റോഡ്. നീ ഇറങ്ങണ്ട, ഞാൻ പയ്യെ പായസം.
ഈ വഴി എന്നടാ, ഈ വഴി എന്നാ ഏതെങ്കിലും വഴി ആവട്ടെ, അന്ന് തിരിച്ചിറങ്ങി കിട്ടിയത്. ഊഹ് എൻ്റെ പൊന്നു, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് എത്താറായി. എൻ്റെ അമ്മ ഇപ്പോഴൊന്ന് സമാധാനമായത്. ശരിക്കും മടുത്തു പോയിട്ടോ. റോഡ് കണ്ടപ്പോൾ എന്ത് ആശ്വാസം എന്നറിയോ. സ്വർഗം കണ്ട ഒരു ഫീലിംഗ് കേട്ടോ റോഡ് കണ്ടു കഴിഞ്ഞപ്പോൾ. ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാണ്ടാ പോയത്. ഇങ്ങനെയൊക്കെ ഇത്രയും ഓഫ് റോഡൊക്കെ പോകുമ്പോൾ ഒരു കുപ്പി വെള്ളമെങ്കിലും കയ്യിൽ വേണം, ഇല്ലെങ്കിൽ സീനാണ്. ഈ നല്ല റൂട്ടിൽ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ ഉണ്ടല്ലോ, അതൊന്നും വേറെ തന്നെയാണ് എൻ്റെ പൊന്നോ. ഇപ്പം അത് ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ശരിക്കും ആ വഴി തെറ്റിപ്പോയത് അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാരണം അത്രയും ഓഫ് റോഡ് ചെയ്ത് നമ്മൾ അങ്ങ് മണ്ടേ ചെന്ന് കഴിഞ്ഞിട്ട്. അതുപോലെ തന്നെ പിന്നെ ആ പിള്ളേരെ കണ്ട അവന്മാർ ത്രിബിളും വെച്ചാൽ റേ ആയിട്ട് അത് ശരിക്കും എന്നെ ഞെട്ടിച്ചു കേട്ടോ. പിന്നെ ആ പിള്ളേർ അവിടെ തന്നെ ഉള്ളവരാണെന്ന് കേട്ടോ പറഞ്ഞത്. അതാണ് അവന്മാർക്ക് അത്ര എക്സ്പീരിയൻസ്. അവർ ഈസി ആയിട്ട് ആ റൂട്ട് മിക്കപ്പോഴും ആ റൂട്ടൊക്കെ പോണേന്നാണ് പറഞ്ഞത്. നമ്മൾ MT എടുത്തിട്ട് ഇതുവരെ അങ്ങനെ ഓഫ് റോഡ്സ് കാര്യങ്ങളൊന്നും അടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ്. അത്ര വലിയ മാർഗ്ഗം ഓഫ് റോഡൊന്നും അല്ല, എങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിക്ക് ഓഫ് റോഡായിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു. അടുത്ത പ്രാവശ്യം നമ്മൾ ഈ ടയർ ഇപ്പോൾ ബാക്ക് ടയർ അത്യാവശ്യം ചേഞ്ച് ചെയ്യാറായിട്ടുണ്ട്, നല്ല ഗ്രിപ്പ് കുറവാണ്. അപ്പോൾ ഇനി എന്തായാലും ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു അത്യാവശ്യം കട്ട ടയർ മേടിച്ചിടാനുള്ളൊരു പ്ലാനിലാണ്. കാരണം ഇതുപോലെയൊക്കെ ഓഫ് റോഡൊക്കെ വന്നു കഴിയുമ്പം നമുക്ക് നല്ല പാടാണ്. അതുപോലെ ഞാൻ ഫസ്റ്റ് എടുക്കാൻ വെച്ചിരുന്ന വണ്ടികളിലൊന്നാണ് V3, MTയും പിന്നെ V3. ഇത് രണ്ടുമാണ് ഞാൻ, V3 അല്ലെങ്കിൽ V4. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ മെയിനായിട്ട് നോക്കി വെച്ചിരുന്നത്. അപ്പം ഇപ്പോൾ MT ആയതുകൊണ്ടാണ് അവിടെയൊക്കെ കയറിപ്പോയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, 175 സംതിങ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അതുകൊണ്ട് വലിയ സീനില്ലാണ്ട് വണ്ടി ഈസി ആയിട്ട് കയറിപ്പോയി. അത്യാവശ്യം ഓഫ് റോഡുകളൊക്കെ നമുക്ക് ധൈര്യമായിട്ട് അടിക്കാം, അടി തട്ടുമൊന്നുമില്ല. എനിക്ക് ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു, ദൈവം പണി കിട്ടുമോ അടി ഇടിക്കുമോ എന്നൊക്കെ നല്ലൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സീനും ഉണ്ടായില്ല, ഈസി ആയിട്ട് കയറിപ്പോയി. V3 ആണെങ്കിലും ഗ്രൗണ്ട് ക്ലിയറൻസ് ഏകദേശം സെയിം ആണ്. പക്ഷേ വലിയ ഗ്രൗണ്ട് ക്ലിയറൻസിൽ വലിയ സീൻ വന്നില്ലെങ്കിൽ പോലും എന്നാലും എനിക്ക് തോന്നുന്നു ഇതിനും കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. പക്ഷേ കിറ്റൊക്കെ ഉള്ളതുകൊണ്ട് വണ്ടി ഒന്ന് മറിഞ്ഞൊക്കെ ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സീനായിരിക്കും, നമുക്ക് പണി കിട്ടും. നമ്മളങ്ങനെ നേരെ പോണത് കാൽവരി മൗണ്ടിലേക്കാണ് കേട്ടോ. നമ്മൾ കാൽവരി മൗണ്ട് എത്തി. ഇനി ഇവിടുന്ന് ആ ലെഫ്റ്റ് റൂട്ട് കണ്ടോ, ആ ലെഫ്റ്റ് ഒരു റൂട്ടുണ്ട്, ആ റൂട്ട് നേരെ കയറി പോണത് കാൽവരി മൗണ്ടിലേക്കാണ്. അവിടെ നീലക്കുറിഞ്ഞി കാണാൻ പറ്റുമോ ഇല്ലയോ എന്നറിയില്ല, അത് ഭാഗ്യം പോലെ ഇരിക്കും. വീഡിയോസിലൊക്കെ കുറേ വീഡിയോസൊക്കെ കണ്ടായിരുന്നു, ഇങ്ങനെ നീലക്കുറിഞ്ഞി ഉണ്ട് എന്നൊക്കെ കണ്ടു. ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം. നമ്മളങ്ങനെ അതിൻ്റെ കറക്റ്റ് ടൈം നോക്കിയിട്ടൊന്നും അല്ല വന്നത്. പക്ഷെ എന്തായാലും ആ സ്പോട്ടൊന്ന് കണ്ട് എൻജോയ് ചെയ്യാന്നുള്ളൊരു മൈൻഡിലായിട്ട് വന്നേക്കുന്നത്. വേറെയും കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകണമെന്നുണ്ട്, പക്ഷേ ഇപ്പം തന്നെ ടൈമായി. പിന്നെ നല്ല മഴക്കാറുണ്ട്. അതുപോലെ തന്നെ ഇടുക്കിയിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ പിന്നെ കാണാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഇതുണ്ടോ, റിസോർട്ടുണ്ട് ആ ലെഫ്റ്റിൽ വഴി. ഇതേ തേയിലത്തോട്ടം, റിസോർട്ടൊക്കെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. ഇവിടെയൊക്കെ വന്ന് സ്റ്റേ അടിക്കണമെങ്കിലൊന്നും ഒരു സീനില്ല. അതുപോലെ തന്നെ തേയിലത്തോട്ടത്തിനൊക്കെ നടുക്കായിട്ട് നല്ല പക്ക വ്യൂ സെറ്റപ്പിലൊക്കെ ആട്ടോ റിസോർട്ടൊക്കെ ഇരിക്കുന്നത്. പിന്നെ കോട കാര്യങ്ങൾ, ഇപ്പോൾ മോർണിംഗ് നമ്മളിപ്പോൾ റൂം എടുക്കുകയാണെങ്കിൽ പോലും രാവിലെ അടിപൊളിയായിരിക്കും. ഇവിടെയൊക്കെ ഫുള്ള് കോടയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്താ പറയുക, ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ച് ഒത്തിരി ഇല്ലാന്ന് തോന്നുന്നു, ഇനി കുറച്ചെങ്ങാണ്ടൊക്കെ ഉള്ളൂ. നമ്മൾ എത്തി. വണ്ടികളൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഇനി തിരക്കാണോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഒത്തിരി തിരക്ക്, ആളുകൾ ഒത്തിരി ഇല്ലാണ്ടിരുന്നാൽ മതിയായിരുന്നു. എനിക്കിങ്ങനെ ഒത്തിരി ക്രൗഡ് കാര്യങ്ങളൊന്നും ഉള്ള ഇഷ്ടമല്ല. ഇവിടെ അത്യാവശ്യം ആളുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇപ്പോഴും ആൾക്കാർ ഒത്തിരി ഇങ്ങോട്ട് ഇറങ്ങിയും വരുന്നുണ്ട്. അങ്ങോട്ട് ഒത്തിരി ആൾക്കാർ, ഇത് ജീപ്പൊക്കെ പോകണമെന്നുണ്ടാവും. അത്യാവശ്യം ആൾക്കാർ എന്തായാലും ഉണ്ടാവും. ഇവിടെ ഇനി ടിക്കറ്റ് എടുക്കണോ വേണ്ടിയോ എന്ന് ഡൗട്ടാലോ. ടിക്കറ്റ് എടുക്കണമെന്ന് തോന്നുന്നു. ഓഫ് റോഡാണോ? ഒരു ഓഫ് റോഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ ക്ഷീണം മാറിയിട്ടില്ല. വണ്ടി എവിടെ വെക്കും? ഇഷ്ടം പോലെ വണ്ടി ഉണ്ട് ചേട്ടാ. വണ്ടി ഇവിടെ എവിടെയും ഒതുക്കാം.
നമ്മൾ ഇറങ്ങാറായപ്പോഴത്തേക്കും ഫുള്ള് കോടയാട്ടോ. ഇത് നോക്കി ഒന്നും കാണാൻ പറ്റുന്നില്ല. നമ്മുടെ ബൈക്കൊക്കെ ഇരിക്കണോടത്ത് ബൈക്ക് പോലും കാണാൻ പറ്റുന്നില്ല, അതുപോലെ കോടയായിരുന്നു. രക്ഷയില്ല കേട്ടോ.